ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. രാവിലെ എന്നിട്ടുകൊണ്ട് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അത് ആദ്യമേ പറഞ്ഞതാണ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ. തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒച്ച ഇങ്ങനെയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് റിമൈനിങ്, അതായത് ഇനി 2024 ബാക്കിയുള്ള മാസങ്ങൾ 2024 നിങ്ങൾക്ക് എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് പൈൽ നമ്പർ 1, ഈ ഒരു സീനിയ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 1E. അതേപോലെ ഈ ഒരു കളർ സീനിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. ആൻഡ് ലാസ്റ്റ് ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് ഇനി ബാക്കിയുള്ള 2024 എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ് സി പൈൽ നമ്പർ 1. നിങ്ങൾക്ക് ബാക്കിയുള്ള 2024 മാസങ്ങൾ, ഇനിയുള്ള മാസങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പൈൽ നമ്പർ 1 എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 7 of Wands, Magician, 3 of Swords, Page of Pentacles, 9 of Cups, High Priest, Knight of Pentacles. പൈൽ നമ്പർ 1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 7 of Wands എനർജിയാണ്. ഈ ഒരു എനർജി 7 of Wands എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ പരിശ്രമം എന്തിനു വേണ്ടിയിട്ടാണോ അത് നിങ്ങൾ സഫലമാക്കുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ കാണാവുന്നതാണ്. ഈ 7 of Wands എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചുറ്റുമുള്ള പലതും, നിങ്ങളുടെ ബന്ധങ്ങളാവാം, നിങ്ങളുടെ സാമ്പത്തികമാവാം, ജോലിയാവാം, അതെല്ലാം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്ന, അതായത് നിങ്ങൾ സംരക്ഷിച്ചു പോരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല, മറിച്ച് അതിനെതിരായിട്ട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചില ബന്ധങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ചില ബന്ധുക്കളായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ള ആളുകളുടെ ചില സംസാരങ്ങൾ, ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ ഒരു പരിധി കവിഞ്ഞ് എന്തും പറയാമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ തക്കതായിട്ടുള്ളൊരു മറുപടി, അത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു മോഡിലാണ് നിങ്ങൾ കാണിക്കുന്നത്. അതായത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉള്ള സംഭാഷണങ്ങൾക്ക് എതിരായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതികരണശേഷി വളരെ കൂടുതലുള്ളൊരു സമയമാണ് ഇനി അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഒരു വർഷം അവസാനിക്കുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മറ്റുള്ളവർ സ്വയം സംരക്ഷിക്കാൻ, അതായത് ചില ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം. അത് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. അധർമ്മവും അനീതിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ സ്വയം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടിട്ട് നിൽക്കുന്നവരെ നിങ്ങൾ സംരക്ഷിച്ചു പിടിക്കുന്നതായിട്ടുള്ള ഒരു സൂചന ഇവിടെ തരുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് ഈ ഒരു വരുന്ന സമയത്തേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. ചിലപ്പോൾ ഇനി നിങ്ങൾ അങ്ങനെ ഒരു ജോലിയിൽ നിൽക്കുന്നു, ഇപ്പോൾ നിങ്ങളൊരു പോലീസ്, മിലിറ്ററി അതുപോലുള്ള ഇതിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലോയർ ആയിരിക്കും, അതായത് മറ്റുള്ളവരുടെ ന്യായത്തിനും നീതിക്ക് വേണ്ടി സംസാരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഡയറക്റ്റ്ലി അങ്ങനെ ബന്ധമുള്ള ജോലിയിലാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വളരെയധികം ആത്മാർത്ഥതയും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ വളരെ വ്യക്തതയും കാത്തു സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു സൂചന തരുന്നുണ്ട്. ഇത് മറ്റൊരർത്ഥത്തിൽ നെഗോസിയേഷനും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ പുതിയ വീടോ സ്ഥലമോ ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവർ പറയുന്ന വിലയോ നിങ്ങൾ പറയുന്ന വിലയോ ഒത്തുപോകുന്നതും അങ്ങനെയുള്ള നെഗോസിയേഷൻ വരുന്ന സമയത്ത് കാണുന്നുണ്ട്. അതേപോലെ വളരെയധികം നിങ്ങൾ മോറലി വളരെയധികം
സ്വഭാവശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ആ ഒരു എനർജി അതേപോലെ മെജീഷ്യൻ എനർജിയാണ്. അപ്പോൾ ഈ വരുന്ന റിമൈനിങ് വർഷം എന്ന് പറയുന്നത് മെജീഷ്യൻ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മനസ്സുകൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രോങ് മാനിഫെസ്റ്റേഷനുള്ള സമയമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 88 പോർട്ടലിന്റെ സമയത്ത് 88 പോർട്ടൽ മാനിഫെസ്റ്റേഷൻസ് റിച്വൽസ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സൂചന തരുന്നുണ്ട്. എല്ലാ കണ്ടീഷൻസും നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. എല്ലാം നിങ്ങളുടെ കയ്യിൽ എല്ലാത്തിനുമുള്ള, അതായത് റിസോഴ്സസ്, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ റിസോഴ്സസും ഉണ്ടാവും. ഒരു മെജീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെൻറ്റക്കിൾസ്, വോൺസ്, സോർഡ്സ്, കപ്സ് എല്ലാം മൈനർ ആയിട്ടുള്ള എനർജീസ് ഉള്ളതാണ്. അപ്പോൾ എല്ലാ റിസോഴ്സസും നിങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഡൗട്ടാണ് നിങ്ങളെ പുറകോട്ടേക്ക് നയിക്കുന്നത്. ഈ ഒരു എനർജി ഓഫ് നിങ്ങൾ 3 ഓഫ് സോർട്സ് എനർജി, നിങ്ങൾ ദുഃഖത്തിലായിരുന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു ദുഃഖം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ളൊരു അനാവശ്യമായിട്ടുള്ള ഭയം, ഉൾഭയം, സങ്കടമൊക്കെ വരുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു തരത്തിൽ വിശ്വാസക്കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മജീഷ്യൻ എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. എന്തെങ്കിലും നടത്തണമെന്ന് വിചാരിച്ചാൽ നടത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഈ ഒരു നെഗറ്റീവ് എനർജി ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം നെഗറ്റീവ് എനർജി, സെൽഫ് ഡൗട്ട്, ഫിയർ ഇതൊക്കെ മൈൻഡിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മളെ തന്നെ വിശ്വാസമില്ലാതിരിക്കുമ്പോൾ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തേണ്ട സമയത്ത് എത്തില്ല, അത് ഡിലേ ആവും. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇത് ഡിലേ ആക്കുന്നത്, അത് വൈകിക്കുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ റിസോഴ്സസ് ഉണ്ട്, നിങ്ങൾക്ക് കഴിവുമുണ്ട്. അത് കൂടാതെ അത് നിങ്ങൾ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള കഴിവ് എന്താണെന്നോ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്താണെന്നോ നമ്മൾ മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും അത് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചില ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് പിന്നിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടാവും. മറ്റു ചിലർ എനിക്ക് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് കഴിവില്ല എന്ന് പറയുന്നുണ്ടാവും. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ഇഷ്യൂ ആണ്. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് വേറെ ഒരു ലെവലിലാണ്, അതായത് സാധ്യമല്ല എന്ന് ആദ്യം മനസ്സിലേക്കാണ് വരുന്ന ഒരു കാര്യം. എന്നെ കൊണ്ട് പറ്റില്ല, അത് വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്നും ഇല്ല. ചില ആളുകൾ കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ ചെറുതിലെ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇതൊന്നും ഇല്ല, നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പറഞ്ഞായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ പറയും കുട്ടികളെല്ലാം അറിഞ്ഞു വളരണം എന്ന് പറയുമ്പോൾ അവരെ തളർത്തുക എന്നുള്ളതല്ല, സാഹചര്യങ്ങൾ അറിഞ്ഞിരിക്കണം, പക്ഷേ നിന്നെക്കൊണ്ട് കഴിയും എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങളങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ സിറ്റുവേഷൻ കൊണ്ടുമാവാം, ചുറ്റുപാടുമുള്ള ആളുകൾ ഇത് പലതുമാവാം. അത് മാറ്റിയെടുക്കേണ്ടത് നിങ്ങളാണ്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ. അപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നന്നായിട്ട് സംസാരിക്കാനും നല്ല രീതിയിൽ ഇപ്പോൾ എഴുത്തിലൂടെ ആണെങ്കിൽ ഇപ്പോൾ ഇമെയില്, അതേപോലെ ലെറ്റേഴ്സൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുക, അത് മെസ്സേജസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നല്ല രീതിയിൽ നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവർ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതായിട്ടും ഇവിടെ തരുന്നത്. എന്തായാലും മെജീഷ്യൻ എനർജിയാണ് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ സമയം വെറുതെ ഇരിക്കാനുള്ളതല്ല, റെസ്റ്റ് എടുക്കാനുള്ളതല്ല. ടേക്ക് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സക്സസ്ഫുൾ ആവുക തന്നെ ചെയ്യും എന്നുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് 3 ഓഫ് സോർഡ്സ് എനർജിയാണ്. സോ ഇവിടെ നിങ്ങളുടെ ഈ ഒരു എനർജി, 3 ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മളെ അലട്ടുന്നുണ്ടാവും, സങ്കടങ്ങൾ നമ്മളെ അലട്ടുന്നു, നമ്മളുടെ ഉള്ളിൽ നമ്മൾ സംഘർഷങ്ങളുണ്ട്. ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ്, ഒരു സങ്കടം. ഈ ഒരു സങ്കടം ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റു ചിലർക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാവില്ല. ഇത് കഴിഞ്ഞു പോയൊരു കാലത്തിലുള്ളതായിരിക്കും. നിങ്ങളുടെ ചില ആളുകളുടെ ട്രോമയായിരിക്കും ഇത് ഉദ്ദേശിക്കുന്നത്. മാനസികമായിട്ട് ഒത്തിരി
ട്രോമ അനുഭവിക്കുന്നുണ്ടാവും. അതായത് നിങ്ങളിപ്പോൾ 10, 30, 40 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, ഒരു 25 വയസ്സുള്ള വ്യക്തിയാണെങ്കിലും ഏത് വയസ്സായാലും ഒരു പ്രായമായിട്ട് നിങ്ങൾ ചെറുതിലെ നിങ്ങളുടെ ബാല്യത്തിൽ അനുഭവിച്ചിട്ടുള്ള ട്രോമ നിങ്ങളുടെ മൈൻഡിലുണ്ട്. നിങ്ങൾക്ക് അടുത്തിടെ ഭയങ്കരമായിട്ടുള്ള ടെൻഷനുണ്ട്. എന്താണ് കാര്യം? കാരണം ബാക്കിയുള്ള സിറ്റുവേഷനൊക്കെ ഓക്കെയാണ്. എന്താണ് കാര്യം എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ടെൻഷന്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇതൊരു ട്രോമയായിരിക്കാം. പക്ഷെ ആ ഒരു ട്രോമ നമ്മൾക്ക് ഡയറക്റ്റ്ലി മനസ്സിലാകുന്നുണ്ടാവില്ല. ട്രോമ എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ, ആ അടിത്തട്ടിൽ, ഉപബോധ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബോധ മനസ്സിലല്ലാത്തതുകൊണ്ട്, നമുക്ക് ഡയറക്റ്റ്ലി കോൺഷ്യസ് മൈൻഡിലല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലുള്ള ട്രോമയായിരിക്കാം ഈ ഒരു ആങ്സൈറ്റി. പലരെ സംബന്ധിച്ച് സ്ട്രെസ്, ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ ചികിത്സിക്കുന്നവർക്ക് ഉപബോധ മനസ്സിൽ ആ ഒരു കണക്ഷൻ കിടക്കുന്നുണ്ടാവും. അത് ഹീൽ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതുണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളൊന്ന് ഹീലിംഗ് ട്രൈ ചെയ്യുക, ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഹീലിംഗ് ചെയ്യുന്നതിലൂടെ, നിങ്ങൾ ഹീൽ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു ഉപബോധ മനസ്സിൽ ആ ഒരു അത് സുഖപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. ചില ആളുകളെ സംബന്ധിച്ച് ഈ അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ബ്രേക്കപ്പോ എന്തെങ്കിലും നിങ്ങളുടെ ഹസ്ബൻഡിനോ നിങ്ങളുടെ ലവറിനോ ഉണ്ടായിട്ടുള്ള അഫെയർ സിറ്റുവേഷൻ, ഡിസപ്പോയിൻമെന്റ് ഒക്കെ ആവാം. അതുപോലെ ആവാം. മറ്റു ചിലർക്ക് സാമ്പത്തികവും ആവാം കേട്ടോ. കാരണം നിങ്ങൾ വിശ്വസിച്ച ഒരാളെ പണം ഏൽപ്പിച്ചത് ആ വ്യക്തി തട്ടിക്കൊണ്ടു പോകുന്ന സിറ്റുവേഷൻ, തട്ടിയെടുക്കുന്ന സിറ്റുവേഷൻ ആവാം. ആ ഒരു ഹേർട്ട് ബ്രേക്ക് അടുത്തിടയ്ക്ക് സംഭവിച്ചതാണ്. ഈ പറയുന്ന എന്ത് സിറ്റുവേഷൻ ആയാലും ഇനി അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ജസ്റ്റ് ഫീൽ ദ പെയിൻ. ആ ഒരു സങ്കടം മനസ്സിലാക്കുക. അത് നമ്മൾ ഒഴുക്കി കളയാന്ന് പറയുന്നത്. കരഞ്ഞു തീർക്കുകയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അത് ഒഴുക്കി കളയാൻ. ഈ ഒരു സിറ്റുവേഷൻ സംഭവിച്ചിട്ടുള്ളത് ഫോർ എ റീസൺ. എന്ത് സംഭവിക്കുന്നത് ഫോർ എ റീസൺ ആണെന്ന് മനസ്സിലാക്കുക. ചില ആളുകൾ ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് അതെങ്ങനെയാണ്, നഷ്ടങ്ങൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നടന്നിട്ടുണ്ടാവുക. അത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആണ് പല കാര്യങ്ങളിലും. അപ്പോൾ എന്തായാലും അതിനേക്ക് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഫ്യൂച്ചറിലേക്ക് പറ്റുമെന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി സക്സസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ഇതൊരു യങ്സ്റ്റർ അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ്. വളരെ എനർജറ്റിക് ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. വളരെ നല്ലൊരു ഗുഡ് ന്യൂസ് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ജോലി സംബന്ധമായിട്ടും മറ്റും ഹോപ്പാണ് സൂചിപ്പിക്കുന്നത്. അതായത് സമൃദ്ധിയും ഐശ്വര്യവും. ജസ്റ്റ് ഒരു സാമ്പത്തികം മാത്രമല്ല ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സക്സസിലേക്ക് എത്തുന്നു. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. നല്ല ലക്കി ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു ടൈം പീരീഡ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഇത്രയും നാൾ കൊണ്ട് സമ്പാദിച്ചതിനേക്കാൾ ഇരട്ടി ഈ മുന്നോട്ടേക്ക് വരുന്ന റിമൈനിങ് 3-5 മാസം കൊണ്ട് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു എനർജി. അതേപോലെ 9 ഓഫ് കപ്സ് എനർജിയാണ്. വിഷ് കം ട്രൂ കാർഡാണ്. അപ്പോൾ ആഗ്രഹ സബലീകരണത്തിന്റെ ഒരു നിമിഷം, ഒരു സന്തോഷമൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഒരു സംതൃപ്തി കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 9 ഓഫ് കപ്സ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം അതെന്ത് തന്നെയായാലും, നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തിനെ ലഭിക്കണം, നല്ലൊരു ജോലി ലഭിക്കണം, നല്ല വിദ്യാഭ്യാസം, മറ്റെന്തായാലും നിങ്ങൾക്ക് സപ്പോർട്ട് ചുറ്റുപാടുന്ന് ലഭിക്കണം. ഇപ്പോൾ ഫണ്ടിങ് ലഭിക്കണമെന്ന്, ഇപ്പോൾ നിങ്ങൾ പുതിയ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാവും, ബിസിനസ് ആയിരിക്കും, നിങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫണ്ടിങ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഫണ്ടിങ് ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് സാധ്യമാകുന്നുണ്ട്. ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നുണ്ട്, ഫുൾഫിൽമെന്റ് ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നു. വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടായിരിക്കും, ആകാംക്ഷയോടുകൂടി ജീവിതത്തെ നോക്കി കാണുന്ന സമയമാണ്. കാരണം പല സിറ്റുവേഷനിലും നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് പോകുന്നതായിട്ട് ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അഗെയിൻ മാനിഫെസ്റ്റേഷൻ എനർജിയാണ്. നിങ്ങൾ വളരെയധികം പോസിറ്റീവ് കണക്ഷൻസ് ആണ്. പ്രത്യേകിച്ച് ഈ വരുന്ന റിമൈനിങ് ആയിട്ടുള്ള വർഷത്തിൽ അതിൽ 2 മാസത്തിനുള്ളിൽ ചില ആളുകളെ സംബന്ധിച്ച് സ്ട്രോങ് കണക്ഷൻസ് ഉണ്ട്. മെജീഷ്യൻ ആൻഡ് 9 ഓഫ് കപ്സ് സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ലെവല്. പിന്നെ ഹൈ പ്രീസ്റ്റ് എനർജിയാണ്. വിസ്റ്റം ആണ് ഇത് സൂചിപ്പിക്കുന്നത്. വിവേകത്തോടു കൂടിയിട്ടുള്ള തീരുമാനങ്ങളും മറ്റും എടുക്കുന്നുണ്ട്. ആത്മീയതയിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീയത പല കാര്യങ്ങളും നിങ്ങൾക്ക് നേരത്തെ നോക്കിക്കാണാൻ കഴിയും. നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ അവബോധ മനസ്സ് വളരെയധികം ശക്തമായിരിക്കും. അതുകൊണ്ട് കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത് കൊണ്ട് പലയിടങ്ങളിലും നിങ്ങൾക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റാതെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. മെയിൻ തീം വന്നിട്ട് അഗെയിൻ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. തീർച്ചയായിട്ടും
പെന്റിക്കിൾ എനർജി സാമ്പത്തികവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ഇവിടത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ധൃതിയിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. എനർജി ഓഫ് ടേർട്ടിൽ എനർജിയാണ് അത് സൂചിപ്പിക്കുന്നത്. ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ലോയൽ ആയിട്ടിരിക്കുക, ട്രസ്റ്റ് വർത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. വളരെയധികം ബിസിനസ്സിലോ മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് നമ്മൾ പറയുള്ളൂ. പയ്യെ തിന്നാൽ പനിയും തിന്നാമെന്നുള്ളത്. അതാണ് സീരിയസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ലോങ് ടേമിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. അപ്പോൾ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ട സിറ്റുവേഷൻ, പെട്ടെന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ ധൃതി പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. പെട്ടെന്ന് ആണെങ്കിൽ പോലും ആലോചിച്ച് നല്ല രീതിയിൽ ആലോചിച്ചിട്ട് വേണം, ധൃതി പിടിച്ചാവരുത് തീരുമാനം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ്? പൈൽ നമ്പർ 2 ഈ ബാക്കിയുള്ള 2024 റിമൈനിങ് മന്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ്. Pile number 2. Let's see pile number 2. The moon card ആണ്. 8 of cups, ace of swords, star card, 8 of swords, King of Cups. നമ്മളുടെ മെയിൻ തീം വന്നിട്ട് ഡെത്ത് കാർഡാണ്, ട്രാൻസ്ഫോർമേഷൻ. സോ നിങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് എനർജി മൂൺ കാർഡാണ്. സോ ഈ ഒരു എനർജി സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ മൂൺ എനർജി എന്ന് വെച്ചാൽ തന്നെ ഇല്യൂഷനാണ്. പിന്നെ റൊമാൻസ്, കുളിർമയും ജീവിതത്തിൽ സംതൃപ്തിയും കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതേസമയം തന്നെ പല കാര്യങ്ങളിലും മൂൺ എനർജി എന്ന് പറയുന്നത് പല തലത്തിലേക്ക് നിൽക്കാൻ പറ്റുന്ന എനർജിയാണ്. സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സുഹൃത്ത് എന്ന് പറയും, ഏതെങ്കിലും ഒരു സുഹൃത്തുമായിട്ട് നിങ്ങൾക്ക് സൗഹൃദം അത് മറ്റൊരു ദിശയിലേക്ക് വഴിമാറുന്നതായിട്ട് കാണിക്കും. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സൗഹൃദം പ്രണയബന്ധത്തിലേക്ക് വഴിമാറുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആളുകൾക്ക്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ടൈമാണ്. നിങ്ങൾക്ക് ഈ റിമൈനിങ് ആയിട്ട് വരുന്ന മാസങ്ങളിൽ പ്രണയത്തിന്റെ സമയമാണ്. നിങ്ങൾക്ക് പ്രണയത്തിന്റെ സമയമാണ് എന്ന് പറയുമ്പോൾ തന്നെ കോഷ്യസ് ആയിട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോൾ എപ്പോഴും ആളുകൾ നല്ല വശങ്ങൾ മാത്രമേ മറ്റുള്ളവരുടെ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നല്ല വശങ്ങൾ മറ്റുള്ളവരിലേക്ക് കാണിക്കുന്നുള്ളൂ. പൊതുവെയുള്ള ആളുകളുടെ കാര്യമായിട്ടാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. എല്ലാവരും എങ്ങനെയാണോ അങ്ങനെ ജെന്യുവനായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ പ്രണയത്തിലാകുമ്പോൾ നമ്മൾ എപ്പോഴും അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഒരു രീതി പൈങ്കളി പ്രണയം എന്ന് നമ്മൾ പറയും. അപ്പോൾ പ്രണയത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അവരുടെ തെറ്റുകുറ്റങ്ങളോ അവരുടെ നെഗറ്റീവായിട്ട്, എല്ലാവർക്കും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്, അവരുടെ നെഗറ്റീവ് സൈഡ് നമ്മൾ കണ്ടില്ലെന്ന് വെക്കും. കാരണം ആ സമയത്ത് എല്ലാം വളരെ എന്താണ് വയറ്റിൽ മഞ്ഞു പെയ്യുന്ന അങ്ങനത്തെയൊക്കെ റൊമാൻറ്റിക് കാര്യങ്ങൾ പറയുന്നുണ്ടാവുമല്ലോ, ആ ഒരു രീതിയിലെ ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഒരു മൂൺലൈറ്റിന്റെ താഴെയുള്ള ഒരു പോസിറ്റീവ് റൊമാൻറ്റിക് നൈറ്റ്, റൊമാൻറ്റിക് ഡിന്നർ, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഫീൽ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സൈഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. മുന്നോട്ടേക്ക് വരും തോറും ഈ നെഗറ്റീവ് സൈഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരിലും ഉണ്ടല്ലോ ചില ദൂഷ്യവശങ്ങൾ. ഇപ്പോൾ ചില ആളുകൾ ഓർഗനൈസ്ഡ് ആയിരിക്കില്ല, കാര്യങ്ങൾ അടുക്കിപ്പറക്കി വെക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഡിപ്പെൻഡന്റ് ആവില്ല. പൈസയുടെ കാര്യത്തിൽ വളരെയധികം അനാവശ്യമായിട്ട് എക്സ്ട്രാവാഗന്റ് ആയിരിക്കും, പൈസ അമിതമായിട്ട് ചെലവാക്കുന്നുണ്ടാവും. അങ്ങനെ കൊച്ചു കൊച്ചു കുറെ കാര്യങ്ങളുണ്ടാവും. അത് കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ടാവും ആദ്യം, അത് ലൈറ്റായിട്ട് എടുക്കും. പക്ഷെ പിന്നീട് മുന്നോട്ടേക്ക് ലൈഫിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നുണ്ടാവും, വളരെ മധുരമായിട്ടുള്ള വാക്കുകൾ പറയും, പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ അത് ചുമ്മാ പറഞ്ഞതാണ്, പറയുമ്പോൾ കേൾക്കാനൊരു രസമുണ്ട്, പക്ഷെ നടത്തി തരാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ പ്രണയത്തിൽ വീഴാണ് നിങ്ങൾ ഈ അടുത്ത് വരുന്ന സമയങ്ങളിലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കാദ്യമേ മുന്നോട്ടേക്ക് പോകുമ്പോൾ, അത് പ്രണയിച്ച സമയത്ത് മിഥുനം സിനിമയിൽ പ്രണയിക്കുന്ന സമയത്ത് അങ്ങനെ പലതും പറയും, പ്രണയം കഴിഞ്ഞാൽ
പിന്നെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു ക്ലീശയിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൂൺ എനർജിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ മൂൺ എനർജി ഇലൂഷൻ തന്നെയാണ് എപ്പോഴും. അപ്പോൾ ഈ ഒരു ഇലൂഷൻ എന്ന് പറയുമ്പോൾ ഡൗട്ടാണ്, എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു സമയത്ത് ബാക്കി വരുന്ന ഈ ഒരു വർഷം ചില കൺഫ്യൂഷൻസ് മൈൻഡിലുണ്ട്. വേണോ വേണ്ടയോ, എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടെസ്റ്റിംഗ് പീരീഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഇൻഡ്യൂഷനും സ്ട്രോങ് ആയിരിക്കും. മൂൺ എനർജി എഗെയിൻ ഇൻഡ്യൂഷനും സ്ട്രോങ് തന്നെ ആയിരിക്കും. അപ്പോൾ പക്ഷെ അതേസമയം തന്നെ നിങ്ങൾ ആ ഒരു ഇൻഡ്യൂഷനെ ചിലപ്പോൾ മുഖവിലയ്ക്ക് എടുത്ത് എന്ന് വരില്ല. കാരണം നിങ്ങളുടെ ആ ഒരു അവബോധ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ടാവും എല്ലാം നിങ്ങൾ കാണുന്ന പോലെ അല്ല കാര്യങ്ങൾ, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന പോലെ അല്ല എന്നുള്ളത്. പക്ഷെ ആ ഒരു സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത് എന്താണോ, ഇത് ഇങ്ങനെയൊന്നും അല്ല എന്ന് മനസ്സെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കുക, ഡൗട്ട് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഇൻഡ്യൂഷനെ. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് തന്നെ സമയം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം തീരുമാനമെടുക്കാൻ നിങ്ങൾക്കുള്ള എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത്, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 8 of Cups എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ. 8 of Cups എനർജി ആൻഡ് ഡെത്ത് കാർഡ്, ട്രാൻസ്ഫോർമേഷൻ. ഈ വരുന്ന 4 months അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകുന്ന 4 months നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇമോഷണൽ ലെവലിൽ മാറ്റങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇൻ ജനറൽ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ചേഞ്ചിനുള്ള ഒരു സമയമാണ് ഇപ്പോഴത്തെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. ഈ ഒരു സമയം പല കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ, പലതും വിട്ടുകൊടുക്കാനുള്ള സമയം, ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയമാണെന്ന് പറയാം. വിട്ടുപോകാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പല സിറ്റുവേഷൻസിലും നമുക്ക് ഇത് പറ്റില്ല, മതിയായി, നിർത്തണം എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ഭയം കൊണ്ടോ അല്ലെങ്കിൽ ഇത് നിർത്തി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത കൊണ്ടിട്ടൊക്കെ നമ്മൾ വിട്ട് കളയുന്നില്ല. പക്ഷെ ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ലെറ്റ് ഗോ ചെയ്യാൻ പറ്റിയ സമയമാണ് ഈ ഒരു സമയം, ഈ റിമൈനിങ് മന്ത്സ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള സിറ്റുവേഷൻ, ജോലി വിട്ട് പുതിയ ജോലിയിലേക്ക് പോകാൻ പറ്റുന്ന സമയമാണ്. അതേപോലെ ചില റിലേഷൻഷിപ്പ് ഒത്തുപോകുന്നില്ല, നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടും ഒത്തുപോകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ഇവിടെ ചില ആളുകൾക്ക് നിങ്ങൾ ഒത്തിരി നാളത്തെ പ്രണയമായിരിക്കാം, കാലങ്ങളായിട്ടുള്ള പ്രണയമായിരിക്കാം. പക്ഷെ നിങ്ങൾ ഒത്തിരി ഈ പറയുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളുടെ മൈൻഡിൽ തോന്നിയിട്ടുണ്ടാവും ഇത് ഒത്തുപോകുമോ എന്നുള്ളത്. കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ ഒരു ടൈമാണ്, ഒരു കൺക്ലൂസീവ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾ. ദാറ്റ് ഈ ഒരു ബന്ധം ഒത്തുപോകില്ല എന്നുള്ളത്. അങ്ങനെ ഉള്ള ബന്ധങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, വിട്ട് കളയാൻ പറ്റിയൊരു സമയമാണ് ഇത്. കുറച്ചൊരു എന്താ പറയുക, ഒരു ലിറ്റിൽ ഡ്രാമയൊക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടുത്തെ. അപ്പോൾ ചിലപ്പോൾ ഒരു മോറൽ സ്ട്രഗിളൊക്കെ ഉണ്ടാവും, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണോ, കാരണം ഇത്ര വർഷമായിട്ട്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചിലപ്പോൾ ഒത്തിരി ഡ്രാമയൊക്കെ സൃഷ്ടിക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല, മോറലി നിങ്ങളെ പിടിച്ചുലയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, വികാരധീനരാക്കി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത വഴിയിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കും. അതിലൊന്നും വീണ് പോവാതിരിക്കുക. ഇറ്റ്സ് ടൈം ടു സേ ഫൈനൽ ഗുഡ് ബൈ. അത് ക്വൈറ്റ് ആയിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ട് നടന്നു നീങ്ങുക എന്നുള്ളതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച്, അതിനർത്ഥം എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് എടുക്കുക. ഓക്കെ, അപ്പോൾ ഏസ് ഓഫ് സോർട്സ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. എനർജി ഓഫ് സക്സസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ലൈഫിൽ വിക്ടറി ആൻഡ് സക്സസ്, നിങ്ങൾ ആഗ്രഹിച്ച ആ ലെവലിലുള്ള ഒരു വിജയത്തിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇത് മറ്റൊരു സ്മാർട്ടായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അടുത്തിടയ്ക്ക് നിലനിന്നിരുന്ന പല അസ്വാഭാവികതകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ന് പറയുന്ന പല തടസ്സങ്ങളും നീങ്ങുന്നുണ്ട്. നിങ്ങൾ പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തടസ്സങ്ങളൊക്കെ നടന്നകലുന്നതായിട്ടാണ് കാണിക്കുന്നത്. വളരെയധികം നാളുകളായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങൾ നിങ്ങൾ വിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വിജയി ഭവ എന്നുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറയാം. കാരണം നിങ്ങൾ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ചില ആളുകൾ വീട് കാണിക്കുന്നുണ്ട്. വീടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട് വിറ്റ് പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്
തിരിച്ചു പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കം ചില ആളുകൾക്കാണ്, എല്ലാവരിലും അല്ല, എന്നാലും വിറ്റുപോയിട്ടുള്ള അല്ലെങ്കിൽ കടം കയറിയിട്ട് പിന്നീട് അത് വിറ്റുപോയിട്ടുള്ള വീടോ മറ്റോ നിങ്ങൾ വീണ്ടും കാലങ്ങൾക്ക് ശേഷം ആ വീട് തിരിച്ചു പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ചില ആളുകളിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം. ആ ഒരു ആഗ്രഹിച്ച കാര്യം നിങ്ങൾ വലുതായിട്ട് ഇപ്പോൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു മെന്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ലീഗൽ വിക്ടറി ഉണ്ട്. അപ്പോൾ കേസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ, കേസിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്, അതായത് സ്ഥലം, വസ്തു തർക്കവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കേസിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ലീഗൽ വിക്ടറിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് ഹോപ്പാണ്. മുന്നോട്ടേക്ക് വരുന്ന ഈ ഒരു വർഷക്കാലം, മുന്നോട്ടേക്കുള്ള ഈ ഒരു വർഷത്തിലെ മുന്നോട്ടേക്കുള്ള മാസങ്ങളും ഒരു പ്രതീക്ഷയുടെ ഒരു മാസം എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ പ്രതീക്ഷയില്ല എന്ന ഒരു തരത്തിലും ഒരു സാധ്യതയില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത് നമ്മളെ തോന്നിക്കുന്ന, അല്ലെങ്കിൽ പ്രതീക്ഷ നമ്മൾ ഉണർത്തുന്ന കാര്യങ്ങളാണ് ഇവിടെ സംഭവ്യമാകുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. കുറേ നാളുകളായിട്ട് നമുക്ക് തലവേദനയായിട്ടിരുന്ന പല കാര്യങ്ങളും അത് അവസാനിക്കുന്നുണ്ട്. ആ തലവേദന മാറി കാര്യങ്ങളൊക്കെ റെഡിയാകുന്നു എന്ന് തന്നെ പറയാം. അതേപോലെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിപ്പോൾ വേണ്ട കാര്യം, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ്, വിശ്വാസം. നിങ്ങൾ ആ ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ജാതക പ്രകാരമുള്ള സിറ്റുവേഷൻസ് പറയുകയാണെങ്കിൽ, ജാതക പ്രകാരം നിങ്ങളുടെ ടൈം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അസ്ട്രോളജി ബേസിസിൽ നോക്കുമ്പോൾ ആ ഒരു മാറ്റങ്ങൾ അതിന്റെ അനിവാര്യമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ രാജയോഗമൊക്കെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഗജകേസരി യോഗം പറഞ്ഞിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് എന്ന് വെച്ചാൽ ഗ്രോത്ത് ആണ് സൂചിപ്പിക്കുന്നത്. ഹാപ്പിയർ ടൈം, സന്തോഷമുള്ള സമയത്തിലേക്ക് നിങ്ങൾ ചുവട് വയ്ക്കുകയാണ്. ഗ്രോത്ത് പേഴ്സണൽ ലൈഫിലും ഒക്കെ പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ നിങ്ങൾക്ക് സാധ്യതകളുള്ള സമയമാണ്. ചില ആളുകൾ പ്രത്യാശയുടെ സമയം എന്ന് പറയുമ്പോൾ ഹീലിംഗ് കൂടിയാവാം. അത് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ളവർ, ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൾഡ് പാറ്റേൺ നിങ്ങൾ റിലീസ് ചെയ്യാണ്, ഹീലിംഗ് നടക്കുകയാണ് ഇവിടെ എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സഫർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശാരീരികമായിട്ട് അസുഖങ്ങളുള്ളവരായിരിക്കണം എന്നില്ല. അത് ചിലപ്പോൾ മാനസികമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം ഒരു ഡൗട്ടായിരിക്കാം എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത്. ആ ഒരു സംശയങ്ങൾ, നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ മാറി പ്രത്യാശയുടെ സമയത്തിലേക്കാണ് വരുന്നത്. 8 of Swords എനർജിയാണ്. നമ്പർ 8 ആണ്. 8 of Cups, 8 of Swords, ഡെത്ത് കാർഡ് എനർജീസ്. കർമ്മയാണ്. ധർമ്മത്തിന്റെ ദേവൻ, അല്ലെങ്കിൽ കർമ്മദേവത യമരാജൻ, അല്ലെങ്കിൽ ധർമ്മത്തിന്റെ ദേവൻ, അതേപോലെ കർമ്മത്തിന്റെ ദേവൻ ശനി ഭഗവാൻ. ഈ രണ്ട് എനർജീസും സ്ട്രോങ് കർമ്മ, അതായത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം, ധർമ്മവും കർമ്മവും ഒക്കെ കൂടി ചേർന്നിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, തടസ്സങ്ങൾ എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇതൊന്നും നടക്കില്ല, തടസ്സങ്ങളാണെന്ന് ചിന്തിച്ച് കൂട്ടിവെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തടസ്സങ്ങളല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ തടസ്സമാണെന്ന് വിചാരിക്കുന്നതെല്ലാം നിങ്ങളായിട്ട് സൃഷ്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊരു മാറ്റത്തിന്റെ സമയമാണ്. ഈ ഒരു മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾ പറയുന്നത് ചുറ്റുപാടും സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതേസമയം തന്നെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ അതിജീവനത്തിന്റെ പാതയിലൂടെ മുന്നോട്ടേക്ക് പോയി അതിജീവിച്ച് കാണിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി അതിജീവനത്തിന്റെ പാതയിലേക്കാണ് ചുവട് വയ്ക്കുന്നത്. നിങ്ങളുടെ ലൈഫിലുള്ള ലോക്ക്ഡൌൺ ഒക്കെ മാറിയെന്ന് പറഞ്ഞാൽ നേരത്തെ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, അതോ അങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം റിലീസായി നിങ്ങൾ മുന്നോട്ടേക്ക് പോവാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു കിങ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുന്നത് വികാരധീനരായിട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. കാരണം പലയിടങ്ങളിലും നിങ്ങൾ വികാരധീനരായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് പറയാം. പിന്നെ ഇന്റലക്ച്വലി, അതായത് ആലോചിച്ച് ബുദ്ധിപരമായിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ
ഇവിടെ വികാരധീനരായിട്ട് തീരുമാനം എടുക്കരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ വികാരം പാടില്ല എന്നുള്ളതല്ല, വിരക്തി എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ചില സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷന്റെ ആവശ്യമില്ല, പക്ഷെ വികാരത്തിന് അടിമപ്പെട്ടും പോവാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഡെത്ത് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മത്തിനുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്. അതേപോലെ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ, എല്ലാ മേഖലകളിലും നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഒരു സമയം എന്ന് തന്നെ ഇതിനെ പറയാം. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നോ ലോങ്ങർ നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത, ഇനി നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്തതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുക്കുകയാണ്. നിങ്ങളായിട്ട് അതിനെ കളയുന്നില്ല എങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിൽ നിന്നത് എടുക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ, നമ്മളൊരു കാര്യം വേണ്ടെന്ന് വെക്കുന്നതും വേറെ ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതും അതിനിപ്പോൾ നമുക്ക് വേണ്ടാത്ത കാര്യമാണെങ്കിൽ പോലും നമുക്ക് സങ്കടം വരും, കാരണം മറ്റൊരാൾ എടുത്തുകൊണ്ട് പോവുകയാണ്. പക്ഷെ നമ്മളായിട്ട് അത് വേണ്ടെന്ന് വെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല, നല്ല ജോലി അല്ല, നല്ലൊരു സിറ്റുവേഷൻ, നിങ്ങൾ ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ജോലി വിട്ട് മറ്റു ജോലിയിലേക്ക് പോവാം. റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഹാബിറ്റ്സിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കാം. മാറ്റങ്ങൾ എവിടെയാണോ അനിവാര്യമായിട്ടുള്ളത് നിങ്ങളായിട്ട് ചെയ്താൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബിഗ് താങ്ക് യു ഫോർ ഓൾ. Pile number 2. ഇനി പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3 ഇനി വരുന്ന റിമൈനിങ് മന്ത്, പൈൽ നമ്പർ 3 2024 ബാക്കിയുള്ള മാസങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പൈൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. Ten of Wands, Page of Cups, Four of Cups, Six of Cups, King of Swords, Two of Swords, and main theme വന്നിട്ട് Eight of Pentacles. Okay. Pile number 3. First card വന്നിട്ട് 10 of Wands എനർജിയാണ്. ഈ ഒരു എനർജി ഉത്തരവാദിത്തങ്ങളൊക്കെ പലരെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ്, ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്ത് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞ് ഉത്തരവാദിത്തങ്ങളൊക്കെ ഒഴിവാക്കി പുതിയൊരു ജീവിതം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരുന്നു എന്നുള്ള രീതിയിലാവാം ഇത് സൂചിപ്പിക്കുന്നത്. എല്ലാവരിലും ഒരുപോലെയല്ല, എന്നാലും ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ അമിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഭാരങ്ങളൊക്കെ തലയിൽ ചുമന്നുകൊണ്ട്, അനാവശ്യമായിട്ടുള്ള ഭാരങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇതിൽ നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. ആ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾ അനാവശ്യമായിട്ട് തലയിൽ ഏറ്റെടുത്ത് വെച്ച് റെസ്പോൺസിബിലിറ്റീസ് ഇറക്കി വെക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ മക്കളോ നിങ്ങളുടെ അച്ഛനമ്മമാരോ, ഇപ്പോൾ നിങ്ങൾ ആരുടെ സിറ്റുവേഷൻ ആണോ ഇത്, ആർക്ക് ആണോ ഏറ്റവും റെസനേറ്റ് ആവുന്നത് ആ ഒരു രീതിയിൽ എടുക്കാം. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കാം. ആരുടെയെങ്കിലും ഒക്കെ ഉത്തരവാദിത്വം തലയിൽ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്. ആ പറയുന്ന വ്യക്തിക്ക് അതിനൊരു വാല്യൂ ഇല്ല. നിങ്ങളത് ഏറ്റെടുത്ത് നിങ്ങൾക്ക് പറ്റാവുന്നതിന്റെ അപ്പുറത്തേക്ക് കടന്നു ചെന്നിട്ട് നിങ്ങളുടെ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് അറിയാം. അവർക്കത് പ്രത്യക്ഷത്തിൽ അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും അതൊക്കെ നിങ്ങളുടെ കടമയാണ്. ഒരു പക്ഷെ നിങ്ങൾ എന്തിന്റെ പേരിലാണോ അതൊരു കടമയാണെന്ന് ചിന്തിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമില്ല, ഇത് ടേക്ക് മീ ഫോർ ഗ്രാൻഡഡ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഒരു രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചധികമായിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾ വേറൊന്നും ആ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കുറഞ്ഞ പക്ഷം നിങ്ങളിത് ചെയ്യുന്നു എന്നുള്ളതിനൊരു നന്ദി, അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കൊരു വാല്യൂ തരുന്ന ആ ഒരു സിറ്റുവേഷൻ ഇല്ല. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നു, പക്ഷെ ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾ കാണുന്നുണ്ടാവും ഈ പറയുന്ന വ്യക്തി
മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ മറ്റൊരു വ്യക്തിയെ കുറിച്ചിട്ട് വാദോരാതെ സംസാരിക്കുന്നുണ്ടാവും, മറ്റേതെങ്കിലും വ്യക്തിയെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ മറ്റൊരു സഹോദരനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറിച്ചിട്ട് എപ്പോഴും അവരത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും പറയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു ചെയ്തേ പറ്റൂ. ഒരുപക്ഷെ നിങ്ങൾ മുതിർന്ന ഒരു വ്യക്തിയായിരിക്കാം, ഫാമിലിയിൽ ഏറ്റവും മുതിർന്ന ആളായതുകൊണ്ടാവാം, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരാൾ നിങ്ങളെ ഉപയോഗിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അതവിടെ നിർത്താനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒത്തിരി പ്രഷർ കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ശാരീരികമായിട്ടും മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു കഴുതയെ പോലെ പണിയെടുക്കുന്നുണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ടും മറ്റും. എങ്കിൽ അമിതമായിട്ട് അതിന്റെ പുറത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ട. ഇതിലെടുത്ത് പറയാനുള്ളത് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള കർമ്മം നിർവഹിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് എടുത്ത് പറയാണ്, അവനവന് ചെയ്യേണ്ടുന്ന കർമ്മം അവനവന് ചെയ്യേണ്ടതുണ്ട്. ആ പറയുന്ന വ്യക്തിക്ക് ചെയ്യേണ്ടുന്ന കർമ്മം ചെയ്യാനുള്ള അവസരം നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ കർമ്മം നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് വേറെ ഒരു പ്രശ്നവുമില്ലെങ്കിൽ അത് അവർക്ക് തന്നെ വിട്ടുകൊടുക്കുക. മറ്റൊരാളുടെ കർമ്മം നിങ്ങളുടേതല്ല എന്നുള്ളത് എടുത്തു പറയുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ മെന്റൽ എനർജി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കാം. എല്ലാത്തിനും ഒരു അതിർവരമ്പുണ്ട്. ഓവർലോഡ്, അതായത് പ്രഷർ, ബ്ലോക്സ്, ഇതൊക്കെ മാറ്റാൻ ശ്രമിക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് വാർണിംഗ് ആണ് എന്നുള്ളത് കൂടി പറയുന്നു. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് കപ്സ് എനർജിയാണ്. പേജ് ഓഫ് കപ്സ് എനർജി വളരെയധികം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ലൈറ്റർ സൈഡ്, ജീവിതത്തിന്റെ ലൈറ്റർ സൈഡ് എൻജോയ് ചെയ്ത് പോകുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട് ഈ വരുന്ന സമയത്തേക്ക്. അതുകൊണ്ട് തന്നെ ജീവിതം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് സ്വന്തം കാര്യത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ലഭിക്കുന്ന സന്തോഷങ്ങളൊക്കെ ഉരുക്കി കളയാൻ ശ്രമിക്കാതിരിക്കുക. ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ നല്ല സൗഹൃദങ്ങൾ, നല്ല കമ്പനി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നല്ല നല്ല സൗഹൃദങ്ങൾ കളഞ്ഞിട്ട് പോകാതിരിക്കുക. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിലേക്ക്, ഭാവിയിൽ മുന്നോട്ടേക്ക് നിങ്ങളെപ്പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അല്ലെങ്കിൽ ഒരു ഒരു അരസികത, അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ട് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനും അറിയാനും പറ്റുന്ന അവസരത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന സിറ്റുവേഷനാണ്. അതേപോലെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ളവരാണ്, കലാപരമായിട്ടുള്ള കഴിവുകൾ ഉള്ളവരാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ പ്രോജക്റ്റ് ഒക്കെ ചില ആളുകൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അങ്ങനെയുള്ള പ്രൊജക്റ്റ് ചെയ്യുന്നവരൊക്കെ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. അതേപോലെ സാമ്പത്തികമായിട്ടും നിങ്ങൾ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നേറുന്നതായിട്ടുള്ളൊരു സൂചന നൽകുന്നുണ്ട്. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പോസിറ്റിവിറ്റി ലൈഫിലേക്ക് കൊണ്ടുവരും. ലൈഫിൽ പലതരത്തിലുള്ള പോസിറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ലവ് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ട് ഇത് സൂചിപ്പിക്കുന്നത്. പ്രണയവും ആർട്ടിസ്റ്റിക് എനർജിയോടൊപ്പം തന്നെ പ്രണയ സാക്ഷാത്കാരവും ഒക്കെയാണ്. 4 ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, നമ്മൾ 4 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ കുറച്ച് ലൈഫിൽ ബോർഡം സിറ്റുവേഷൻസ് ഉണ്ട്. ഈ പറയുന്ന ഒരു എനർജി, അതായത് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവുക, ബോർഡ് ആവുക, ഒരു അരസികത്വം നേരത്തെ പറഞ്ഞിരുന്നു, ആ ഒരു എനർജിയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാൻ ഈ ഒരു എനർജി നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. കാരണം ജീവിതത്തിലൊരു സംതൃപ്തി ഇല്ലായ്മ, സന്തോഷമില്ലായ്മയൊക്കെ നിങ്ങളിലേക്ക് വരുന്നതിന് കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം ജീവിതത്തിലുള്ള സന്തോഷം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആ സന്തോഷം നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾ ആസ്വദിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തീരെ സമയമില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള ആളുകൾ, അവരോടൊപ്പം ഒന്നും സമയം ചെലവഴിക്കാൻ പറ്റാത്തതിന്റെ ഒരു ഈർഷ്യ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് നോ പറയാൻ പറ്റുന്നുണ്ടാവില്ല എന്നോ മറ്റൊരു കാര്യം. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോ പറഞ്ഞാൽ ഈ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ഉണ്ടല്ലോ, ഈ ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ജോലിയിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കറിയില്ല എന്ത് ചെയ്താലാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതിനുള്ള ഉത്തരമാണ് പറയുന്നത്.
നോ പറയാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. കാരണം നിങ്ങളെ സംബന്ധിച്ച് നോ പറയാൻ പറ്റാത്ത ഒരാളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നോ പറയാൻ പറ്റുന്നില്ല ആളുകൾക്കെങ്കിൽ മറ്റുള്ളവർ ഓരോന്നും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വരും. നിങ്ങളപ്പോൾ എല്ലാത്തിനും യെസ് പറഞ്ഞ് എല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് നോ പറയാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇനി എന്ത് തന്നെ കാര്യമായാലും നിങ്ങൾ ഒരാൾ ചോദിക്കുമ്പോൾ 1 മിനിറ്റ് ആലോചിക്കുക. അതിനുശേഷം നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിൽ കൊണ്ടുവരിക. അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, അത് നിങ്ങൾക്കൊരു ബാധ്യതയാകുമോ എന്നുള്ളത്. അത് ആലോചിച്ചതിന് ശേഷം ബാധ്യതയാകുമെന്ന് നിങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം അവരോട് കൃത്യമായിട്ട് പറയാം. ചില ആളുകൾ നിങ്ങൾക്ക് എന്ത് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല. അവരുടേത് വളരെ പ്രധാനപ്പെട്ടതും നിങ്ങൾക്ക് തീരെ പ്രധാനമില്ലാത്ത കാര്യമാണ് എന്നുള്ള രീതിയിലും പറഞ്ഞ് ഒപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ട എന്ന് വയ്ക്കുക. വേണ്ട എന്ന് വയ്ക്കേണ്ടുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ വയ്ക്കുക. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി വളരെ സ്ട്രോങ് മെസ്സേജാണ്. ഇതൊരു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരം അധികം ഇനി കിട്ടിയെന്ന് വരില്ല. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ നോ പറഞ്ഞാൽ കാരണം ഇവിടെ 6 ഓഫ് കപ്സ് എനർജിയാണ്. കാരണം 6 ഓഫ് കപ്സ് എനർജി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് നിന്ന് ആരോ തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം പാസ്റ്റ് നിന്ന് തിരിച്ചു വരിക നിങ്ങളുടെ എക്സ് ലവർ മറ്റോ ആയിരിക്കാം. കഴിഞ്ഞ കാലത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി, ആ വ്യക്തി നിങ്ങളെ പറ്റിച്ചിട്ടും ചതിച്ചിട്ടും പോയതായിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രണയമായിരിക്കാം. മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങളായിട്ട് ബന്ധം ഉണ്ടായിരുന്നിട്ട് നിങ്ങളെ ഒരു തരത്തിൽ പറ്റിച്ചു പോയതായിരിക്കാം. വ്യക്തി തിരിച്ചു വരുന്നുണ്ട്. ഇനി ഈ സിറ്റുവേഷൻസ്, അപ്പത്തെ സാഹചര്യങ്ങളും ന്യായീകരണങ്ങളൊക്കെ നിരത്താം നിങ്ങളുടെ ലൈഫിലേക്ക്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളത്, നിങ്ങൾ തിരിച്ചും ആ ഒരു ആ ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കാം. ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ അടുത്ത സുഹൃത്ത് കുറേ നാളുകൾക്ക് ശേഷം ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പണ്ട് നിങ്ങൾ ചെറുതായിരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്നത് ചിലപ്പോൾ ഈ ഒരു സുഹൃത്താണെങ്കിൽ അങ്ങനെ ഒരു സുഹൃത്ത് ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ഈ പലയിടങ്ങളിലും നോ പറയും. കാരണം അവർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക എന്നുള്ളത് അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പഠിക്കുക. ഇനിയെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പാസ്റ്റ് ലൈഫിൽ നിന്ന് തിരിച്ചു വരുന്ന 2 തരത്തിലുള്ള ആളുകളാവാം. അപ്പോൾ അതാലോചിച്ച് യെസ് ആണോ നോ ആണോ പറയേണ്ടതെന്ന് നിങ്ങൾ തീരുമാനത്തിലേക്ക് പോവാം. റീകണക്റ്റിംഗ് കാണിക്കുന്നുണ്ട് പാസ്റ്റ് എന്നുള്ളത്. അത് ഹാപ്പി ആസ്പെക്റ്റ് ആണോ അതോ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് സോർട്സ് എനർജിയാണ്. സോ ഈ ഒരു എനർജി, കിങ് ഓഫ് സോർട്സ് എനർജി എന്ന് പറയുന്നത് ആംബീഷ്യസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇപ്പോൾ ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന, ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ ഉയരത്തിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്തുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒരു മാനേജർ പൊസിഷൻ, ഹയർ ലെവലിലേക്ക്, CEO, വൈസ് പ്രസിഡന്റ് ലെവലിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ കരിയറിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഗ്രേറ്റ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതേപോലെ നല്ല രീതിയിൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ലൈഫിൽ പല തരത്തിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ പൊളിറ്റിക്സിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊളിറ്റിക്സിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണിത്. വളരെ മെന്റൽ അജിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. എല്ലാം ഇമോഷണലായിട്ട് വികാരധീനത്തിന് അടിമപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇതിൽ ഈ പറയുന്ന കാര്യം, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്താൽ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ എന്തിനും കരച്ചിലും പിടിച്ചിലുമായിട്ടുള്ളതോ അല്ലെങ്കിൽ വികാരത്തിൽ അടിമപ്പെട്ടിട്ട് എല്ലാവരിലും ഒന്നും സ്വയം തിരിച്ചു പറയുന്നുണ്ടാവില്ല, എല്ലാം അക്സെപ്റ്റ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഹയർ പൊസിഷൻ, ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ചില ആളുകൾക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഒരു ക്ലറിക്കൽ പോസ്റ്റ് നിന്ന് മാനേജറൽ പോസ്റ്റിലേക്ക് പോയേക്കാം. അപ്പോൾ ചില ആളുകളിൽ ഓട്ടോമാറ്റിക്കലി പൊസിഷൻ ആയിരിക്കാം അവർക്ക്. നമ്മുടെ ഉള്ളിലുള്ള പലരുടെയും ഉള്ളിലുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ഇൻസെക്യൂരിറ്റി. നമ്മൾ താഴത്തെ പൊസിഷനിൽ ഇപ്പോൾ ഫിനാൻഷ്യലി പുറകോട്ടേക്ക് നിൽക്കുമ്പോൾ പല ആളുകളും ധൈര്യം ഉണ്ടാവില്ല മുന്നിട്ട് പറയാൻ. ഫിനാൻസ് ചില ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ആ ഒരു പൊസിഷനിൽ നിന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ ആ ഒരു പ്രൗഡിയും ആ ഒരു നോ പറയാനുള്ള കഴിവും അല്ലെങ്കിൽ മാനേജ് ചെയ്യാനുള്ള കഴിവ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ചിലപ്പോൾ സഹായിക്കുന്നുണ്ടാവും ഈ ഒരു ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ. 2 ഓഫ് സോർട്സ് എനർജിയാണ് അവിടെ പറയുകയാണെങ്കിൽ. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ലൈഫിൽ എടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. എന്ത് ഡിസിഷനാണ്, ഇൻഡിസിഷനും ഉണ്ട്. കാരണം
എങ്ങനെ ആ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. പ്രത്യേകിച്ച് വികാരത്തിന് അടിമപ്പെട്ട് തീരുമാനം എടുക്കുന്ന നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളൊരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ ആണ്. ഈ ഒരു സിറ്റുവേഷൻ ഡിഫിക്കൽട്ടാണ് ഇതിലൂടെ പുറത്ത് കടക്കാൻ എന്നുള്ളത്. പക്ഷെ ഒരു ഫ്രഷ് ന്യൂ ആംഗിളിലൂടെ അതിനെ നോക്കി കാണുകയും എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് അറിഞ്ഞ് ആലോചിച്ച്, അതായത് ഒരു തീരുമാനം എടുക്കാത്തതിനേക്കാൾ ഭേദം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ളത്. ഈ ഒരു തീരുമാനം വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ബ്രേക്ക് ത്രൂ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് കൂടിയിട്ട് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ലൈഫിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു നേട്ടം, ഈ പറഞ്ഞ പോലെ തന്നെ പൊസിഷൻ, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടും കരിയർ റിലേറ്റഡും ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു പൊസിഷൻ നിങ്ങൾ നേടിയെടുക്കുന്നു. ഒരു ഹയർ പൊസിഷനിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ആവും. ഇത് അച്ചീവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രൊഫഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് സ്റ്റഡിയിലാവാം നിങ്ങളുടെ. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് അക്കാഡമിക്സിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്, അവാർഡ്സും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. നിങ്ങളൊരു വലിയ പ്രൈഡ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്, ഹൈ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ആ ഒരു ധൈര്യം, എന്തൂസിയാസം, കോൺഫിഡന്റ് ആറ്റിറ്റ്യൂഡ് മുന്നോട്ടേക്ക് നയിക്കാൻ നിങ്ങളെ സഹായിക്കും. അതേപോലെ നിങ്ങളുടെ ഫിനാൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് വരുന്ന ഇയറിലേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ. എക്സാം സക്സസ്, ഫിനാൻസ്, എഡ്യൂക്കേഷൻ, കരിയർ, ഇതിലൊക്കെ ഒത്തിരി ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, ഫിനാൻസ്, മണി, ആ ഒരു പെർഫെക്ഷനിസം ഇതൊക്കെയാണ്. കൂടുതൽ പഠിക്കാനും കൂടുതൽ അതായത് സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് പോകാനും കൂടുതൽ പഠിക്കാനും ഒക്കെ വളരെ ഉയർച്ചയിലേക്ക് പോകാനുള്ള സമയമാണ്. അത് ഉപയോഗപ്പെടുത്തുക നല്ല രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.